വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജിൻ്റെ എക്സാം ടിപ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റലൈസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാപിറ്റലൈസേഷൻ. In financial planning, the amount of the capital requirements is estimated. This is done on the basis of assets required to run the business. The cost of all assets required are added. The total amount is the capital required to be raised. This is the amount of capitalization. എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ the amount of capital requirements is estimated. This is done on the basis of assets required to run the business. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ കമ്പനിക്ക് ആവശ്യമായ ക്യാപിറ്റലിൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ അസറ്റ്സുകളുടെ ബേസിലായിരിക്കും ഇത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുക. ദ കോസ്റ്റ് ഓഫ് ഓൾ അസറ്റ്സ് റിക്വയർഡ് are added. The total amount is capital required to be raised. This is the amount of capitalizations. ആവശ്യമായ എല്ലാ ഓൾ അസറ്റ്സുകളുടെയും ക്യാഷുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട്സിനെയാണ് ഇത് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് കമ്പനിക്ക് ആവശ്യമുള്ള ക്യാപിറ്റലിൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിനാവശ്യമുള്ള അസറ്റ്സുകളുടെ ബേസിലായിരിക്കും നമ്മൾ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട്സിനെയാണ് ഇത് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് അപ്പോൾ മീനിങ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. എന്താണ് ക്യാപിറ്റലൈസേഷൻ കൊണ്ട് മീനിങ് ആക്കുന്നത് നോക്കാം. ദ ടേം ക്യാപിറ്റലൈസേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ടേം ക്യാപിറ്റൽ. ക്യാപിറ്റലൈസേഷൻ സിംപ്ലി റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ എ ബിസിനസ് എൻ്റർപ്രൈസ്. എന്താണ് ക്യാപിറ്റലൈസേഷൻ കൊണ്ട് മീനിങ് ടേം അർത്ഥമാക്കാൻ സാധിക്കുക? ക്യാപിറ്റലൈസേഷൻ എന്നത് ക്യാപിറ്റൽ എന്ന വേർഡിൽ നിന്നാണ് ഇത് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായതെന്ന് നമുക്കറിയാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്ന വേർഡിൽ നിന്നാണ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായത്. ഒരു ബിസിനസ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. In short, capitalization is the total of all long-term securities issued by the company and the retained earnings. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ലോങ് ടേം സെക്യൂരിറ്റികളുടെയും റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും ടോട്ടൽ എമൗണ്ട്സിനെ നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാൻ സാധിക്കും. ഇൻ ദി വേർഡ്സ് ഓഫ് എസ് Devings, the term capital is the valuation of the capital which includes the capital stock and debt. എസ് ദേവിൻ്റെ വാക്കുകൾ ടേമിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകൾ എന്താണ്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്റ്റോക്കും ഡെപ്റ്റും ഉൾപ്പെടുന്ന ക്യാപിറ്റലിൻ്റെ വാല്യുവേഷനാണ് ഇത് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ. അപ്പം എസ് ദേവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്റ്റോക്കും ഡെപ്റ്റും ഉൾപ്പെടുന്ന ക്യാപിറ്റൽ വാല്യുവേഷനാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ മോഡേൺ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു മോഡേൺ കൺസെപ്റ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടൈം ഡെപ്റ്റ്, റിസർവ്, സർപ്ലസ്, ഷോർട്ട് ടൈം ഡെപ്റ്റ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അല്ലേ. മോഡേൺ ക്യാപിറ്റലൈസേഷൻ മോഡേൺ കൺസെപ്റ്റ് എന്താണ്? ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, ലോങ് ടൈം ഡെപ്റ്റ്, റിസർവ്, സർപ്ലസ്, ഷോർട്ട് ടൈം ഡെപ്റ്റ്, ക്രെഡിറ്റേഴ്സ് എന്ന കടക്കാരൻ ഇത് ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ മോഡേൺ കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളായിരിക്കണം ക്യാപിറ്റലൈസേഷൻ മോഡേൺ കൺസെപ്റ്റായി ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് നോക്കാം.
ദ ടു ടേംസ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലൈസേഷൻ ആർ ഡിഫറെൻറ്റ് അല്ലേ? ക്യാപിറ്റലും ക്യാപിറ്റലൈസേഷൻ ഡിഫറെൻറ്റ് ടേമാണ് നമുക്കറിയാം. The capitalization used only in relation to companies and not in respect of sole proprietorship or partnership. അപ്പോൾ എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്നുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കുക? ക്യാപിറ്റലും ക്യാപിറ്റലൈസേഷൻ ടു ടേംസ് ആണെന്ന് ഡിഫറെൻറ്റ് ടേംസ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ക്യാപിറ്റലൈസേഷൻ എന്നത് കമ്പനികളുമായി റിലേറ്റ് ചെയ്ത് മാത്രമായി ഉപയോഗിക്കുന്നതാണ്. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പാർട്ണർഷിപ്പ് ഇത് ഉപയോഗിക്കാറില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. കമ്പനിയുമായി റിലേറ്റ് ചെയ്യുന്ന മാത്രമാണെന്ത് ക്യാപിറ്റലൈസേഷനിൽ ഉൾപ്പെടുത്താറ്. അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ പാർട്ണർഷിപ്പ് ഇതിൽ ഉൾപ്പെടുത്താറില്ല. എന്നാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നോക്കാം. ദ ടേം ക്യാപിറ്റൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ റിസോഴ്സസ് ഓർ വെൽത്ത് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ ക്യാപിറ്റൽ എന്ന ടേം എല്ലാത്തരം ബിസിനസ് ഫേമുകൾക്കും ഉപയോഗിക്കുന്നു. ഇത് ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ റിസോഴ്സിനെയും വെൽത്തിനെയുമാണിത് സൂചിപ്പിക്കുന്നത്. ഇതാണ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലും ക്യാപിറ്റലൈസേഷൻ ക്ലിയർ ആയില്ലേ? എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്? കമ്പനിയുമായി റിലേറ്റ് ചെയ്യുന്നത് മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ. അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ അതിൽ ഉപയോഗിക്കപ്പെടാറില്ല. എന്നാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ഫേമുകൾക്കും എല്ലാത്തരം ബിസിനസ് ഫേമുകളും ഉപയോഗിക്കാൻ പറ്റുന്നതാണിത് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഒരു ബിസിനസ്സിന് ടോട്ടൽ റിസോഴ്സുകളോ അല്ലെങ്കിൽ വെൽത്തുകളെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ്, ഫെയർ ക്യാപിറ്റലൈസേഷൻ. ബൈ കമ്പയറിംഗ് ദി ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ വിത്ത് എ ഫെയർ ഓർ normal or standard capitalization, we can understand whether the company is properly capitalized or undercapitalized or overcapitalized. ഫെയർ ക്യാപിറ്റലൈസേഷന് കറക്റ്റായ ക്യാപിറ്റലാണെന്ന് പറയുന്നത് ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുക. ശരിയായ കറക്റ്റായ, അത് അണ്ടറുമാകില്ല ഓവറുമാകില്ല, കറക്റ്റ് പ്രോപ്പറായി വരുന്ന ക്യാപിറ്റലാണെന്ന് പറയുന്നത് ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് അല്ലേ? നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്, കമ്പനിക്ക് ആവശ്യമായ ക്യാപിറ്റലിൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ കമ്പനിക്ക് ആവശ്യ അസറ്റുകളുടെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക? ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് ആവശ്യമായ എല്ലാ അസറ്റുകളുടെയും ക്യാഷ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട്സിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുക. ഇനി മീനിങ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റൽ എന്ന വേർഡിൽ നിന്നാണ് ഇത് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. ഒരു ബിസിനസ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഒരു കമ്പനി ഇഷ്യൂ ചെയ്ത എല്ലാ ലോങ് ടേം സെക്യൂരിറ്റികളുടെയും റീറ്റെയിൻഡ് ഏർണിങ്സുകളുടെയും ടോട്ടൽ എമൗണ്ട്സിനെ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയാൻ സാധിക്കുന്നു. ഏസ് തിങ്സിൻ്റെ ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ സ്റ്റോക്കും ഡെപ്സുകൾ ഉൾപ്പെടുന്ന ക്യാപിറ്റലിൻ്റെ വാല്യുവേഷനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? കമ്പനികളുമായി റിലേറ്റ് ചെയ്യുന്നത് മാത്രം ഉപയോഗിക്കുന്നതാണ് ഇത് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ. അതിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ ഉൾപ്പെടുത്താറില്ല. എന്നാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിനായിട്ടും എല്ലാ തരം ബിസിനസ് ഫേമുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ക്യാപിറ്റൽ എന്ന് പറയുക. ഇത് നമുക്ക് പറയാൻ സാധിക്കുന്നു ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ റിസോഴ്സുകളോ അല്ലെങ്കിൽ വെൽത്തിനെയോ സൂചിപ്പിക്കുന്നു എന്ത്? ക്യാപിറ്റൽ എന്ന ടേംസ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.